സാറേ, ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ചു. അതിനുശേഷം പുതിയ തലവൻ വന്നു, ഹാഷിം സഫീദ്. ഈ ഹാഷിം സഫീദിനെ ലക്ഷ്യമിട്ട് ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. അപ്പോൾ ഇദ്ദേഹം അവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതുവരെ അത് വധിച്ചതായിട്ട് ഇസ്രായേലി പ്രതിരോധ സേനയിൽ നിന്ന് ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് വന്നിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ മുഴുവൻ ആളുകളെയും തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല, അതിൽ കൂടുതൽ മനസ്സിലാക്കാനുള്ളത് പല സെഷനിൽ ഇത് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തിലൂടെ അവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ അവർക്ക് UN കൊടുത്ത അതിർത്തികൾ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് വളരെ എളുപ്പം അവർ സാധിച്ചു. അടുത്ത അവരുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ UN പലസ്തീന് കൊടുത്ത പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അത് സ്ഥാപിച്ചു. അതേതാണ്ട് അതിൻ്റെ കൾമിനേഷനാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇനി അടുത്ത അവരുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അവിടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് അവർക്കെതിരെ അക്രമം നടത്തുന്ന രാജ്യങ്ങളിലെ ഭീകരവാദ സംഘടനകൾ, അവരുടെ ഭാഷയിൽ പറഞ്ഞ ഭീകരവാദ സംഘടനകൾ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്, അതിനെ ലിക്വിഡേറ്റ് ചെയ്യുക എന്നുള്ളതും ആ പ്രദേശങ്ങളെ ലാൻഡ് പിടിച്ചെടുക്കുക എന്നുള്ളതും ആ ഒരു പ്രോജക്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇസ്രായേലിൻ്റെ പ്ലാനാന്ന് വിചാരിക്കും മറ്റുള്ളവർ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണോ എന്ന് ചോദിക്കരുത്. ഇസ്രായേലിൻ്റെ പ്ലാൻ തന്നെ അവർ പ്രതികരിക്കുന്ന അറിഞ്ഞുകൊണ്ടാണ്. ഇസ്രായേലിൻ്റെ പ്ലാൻ തന്നെ ഇവർ പ്രതികരിക്കും. അതായത് ജൂതരാജ്യത്തെ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ അംഗീകരിക്കില്ല. ഇസ്രായേലിനറിയാം, സ്വാഭാവികമായിട്ട് പ്രകോപനം അവർ തന്നെ സൃഷ്ടിച്ചോളും. അതിന് ഞങ്ങൾ റിയാക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ ആദ്യത്തെ യുദ്ധം അങ്ങനെ ഉണ്ടാവുന്നത്. ഈ രാജ്യം ഡിക്ലെയർ ചെയ്ത് അടുത്ത നിമിഷം യുദ്ധമാണ്. 48. അതെ. അതിലൂടെ അവർ കൺസോൾട്ടേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത്രയും അറബ് രാജ്യങ്ങൾ കൂട്ടായി ഒന്നിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവരെ തോൽപ്പിക്കാൻ പറ്റാതെ? അതിന് കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ആർമി ബെറ്റർ ഓർഗനൈസ്ഡ് ആയിരുന്നു. അവരിതെല്ലാം മുൻകൂട്ടി കണ്ടതാണ്. അവരുടെ പ്ലാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 വർഷത്തെങ്കിലും പ്ലാനാണത്. അതിന് മുമ്പ് നിങ്ങൾ നോക്കണം, 500 വർഷം മുമ്പെങ്കിലും അതിൻ്റെ ഓരോ ഘട്ടവും അവർ പ്ലാൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് വന്നാണ് ഫസ്റ്റ് വേൾഡ് വാർ വരെ എത്തിച്ചത്. അപ്പം അവരെ യൂറോപ്പിൻ്റെ കയ്യിലുള്ള ബെറ്റർ ആംസ് ആൻഡ് അമ്യുണേഷൻ ഉണ്ടായിരുന്നു. യൂറോപ്പിലെ ജൂതന്മാരുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഫിനാൻഷ്യൽ പവർ ഉണ്ടായിരുന്നു. അതിനുശേഷം 2ാം ലോക മഹായുദ്ധത്തിൽ ജൂതന്മാർ വംശഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ വാർ ഇൻഡെമിനിറ്റി, നഷ്ടപരിഹാര തുക ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അറബികളെ സംബന്ധിച്ചുള്ള അവർക്ക് ഈ ആമയും മുയലും കളിയായിരുന്നു. ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ജൂതന്മാരെ കാലാകാലമായിട്ട് എല്ലാവരും അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ പുറത്തെങ്കിൽ മുസ്ലിംസാണ് പ്രൊട്ടക്ഷൻ നൽകിയത്. ഇവർ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇവർ തമ്മിൽ ഒരുപാട് ഇൻഫൈറ്റുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ ഇൻ്റലിജൻസ് വിങ് സ്ട്രോങ് ആയിരുന്നില്ല. ഇവരുടെ ആംസ് ആൻഡ് അമ്യുണേഷൻ പവർഫുൾ ആയിരുന്നില്ല. അപ്പം ഇവർ തമ്മിൽ പല രാജ്യങ്ങളും പല ഘട്ടത്തിലാണ് യുദ്ധം ചേർന്നത്. ഒരുമിച്ച് നല്ലവരാക്കാൻ വെച്ചത്. ഒരു ഘട്ടം ഒരു രാജ്യം ചേരും, അവർ പിൻവാങ്ങും, പിൻവാങ്ങുന്ന സമയത്തേക്ക് മറ്റേ രാജ്യം വരുന്നത്. അപ്പം അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള ബലഹീനത അത് ഇസ്രായേലിന് ഗുണകരമായി. ആൻഡ് ദേ വെർ ബെറ്റർ ഓർഗനൈസ്ഡ്. അവരുടെ കയ്യിൽ അഡ്വാൻസ്ഡ് വെപ്പൺസ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല മറ്റുള്ള കയ്യിൽ. വെറും മാൻ പവറും ആവേശവും ഖുർആനിലുള്ള വിശ്വാസവും മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധം ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഖുർആനുണ്ട് വിശ്വാസം എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങളുടെ സഹോദരന്മാർ ഒരുമിച്ചിരിക്കണം, അതുപോലും ഇല്ലായിരുന്നു. യൂതന്മാരെ കണക്ക് തന്നെയാണ്. പക്ഷേ 2000 വർഷം അടി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അവർക്കിടയിൽ ഒരുമയുണ്ട്. അപ്പോൾ സിയോണിസം ഒരു 1000 വർഷമായിട്ടെങ്കിലും 100 വർഷമായിട്ടെങ്കിലും കൃത്യമായി പ്ലാൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് നടത്തിയ കാര്യം അതിൻ്റെ ഈ ബിഗ് ബോസ് കളി പോലെയാണ്. മൈൻഡ് ഗെയിമിലാണ് ഇസ്രായേൽ വിജയിച്ചത്. കാരണം മൈൻഡ് ഗെയിമിൽ അവർ വിജയിക്കാൻ കാരണം വെച്ചാൽ അവർ കടന്നു പോയതുള്ള പോലുള്ള ജീവിത സാഹചര്യങ്ങൾ വേറൊരു സമൂഹം ലോകത്തോടെയും കടന്നു പോയിട്ടില്ല. അപ്പം എല്ലാ സഹനത്തിലൂടെയും എല്ലാ വികാര വിക്ഷോഭങ്ങളിലൂടെയും 2 സഹസ്രാബ്ദം 2000 വർഷം കാലം കടന്നുപോയൊരു സൊസൈറ്റിയാണ്. സ്വാഭാവികമായിട്ട് മൈൻഡ് ഗെയിമിൽ അവർ മുന്നിട്ട് മൈൻഡ് ഗെയിമിലാണ് ആദ്യം അവർ ജയിച്ചത്. അറബികളുടെ ബേസിക് പ്രശ്നം വെച്ചാൽ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മോട്ടീവായ മക്ക മദീന പ്രദേശങ്ങളിൽ ആധിപത്യമായി. അത് കഴിഞ്ഞ് അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ ഖലീഫ അബൂബക്കറിന്റെ കാലഘട്ടം തൊട്ടടുത്ത കാലഘട്ടം ആകുമ്പോഴേക്കും എന്താവുന്നു, ട്രിപ്പോളി അവിടെയൊക്കെ പിടിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഖലീഫ ഉമറിന്റെ കാലഘട്ടം ആകുമ്പോഴേക്കും ഇത് പിടിച്ചെടുക്കുന്നു, ഇറാൻ പിടിച്ചെടുക്കും, അലക്സാണ്ട്രിയൊക്കെ പിടിച്ചെടുക്കും, ഈജിപ്റ്റൊക്കെ പിടിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഉസ്മാന്റെ കാലഘട്ടം നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് സൈന്യത്തെ അയക്കുന്നു.
തോറ്റുപോവുകയാണ് എങ്കിലും അയക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഇസ്ലാമിക ഫോഴ്സ് നിരന്തരമായ 1000 വർഷമാണ് പോയത്. അങ്ങനെയാണ് അവസാനം ഓട്ടോമൻ ടർക്സ് വിജയിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മതം രൂപം കൊണ്ട് വന്ന സമയം തൊട്ടേ ജയം മാത്രമാണ് ശീലം, പരാജയം ശീലമില്ല. അതുകൊണ്ടാണ് ഈ ഒരു മേധാവിത്വ മനോഭാവം. ഞങ്ങളാണ് സെലക്ടഡ് പീപ്പിൾ, അള്ളാഹിൻ്റെ സ്വന്തം ആളാണ്, ഞങ്ങളുടെ ദൈവമാണ് ഏറ്റവും പവർഫുൾ, ഞങ്ങളുടെ ഈ ദൈവം മാത്രമാണ് ശരി എന്നുള്ള വിശ്വാസം വരുന്നത്. കാരണം മുസ്ലിങ്ങളെ മുന്നേ വെച്ചാൽ ഈ മതം രൂപം കൊണ്ട് വരുന്നതോടുകൂടി ഒന്നുമല്ലാത്ത അറബികൾ പെട്ടെന്ന് തന്നെ ഒരു ഫോഴ്സ് ആയിട്ട് മതി ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ക്രിസ്ത്യൻസിനെ കീഴടക്കുന്നു, ജൂതന്മാരെ കീഴടക്കുന്നു, ഇന്ത്യ വരെ അവരെത്തുന്നു, പാർസികളെ കീഴടക്കുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ബേസിക് പ്രോബ്ലം കിടക്കുന്ന അവിടെയാണ്. ഇപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആ മതം രൂപം കൊണ്ട് വന്ന സാഹചര്യത്തിൽ അന്ന് തൊട്ട് അവർ നിരന്തരമായ തോൽവികളിലൂടെ സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യത്തെ 300 വർഷമെങ്കിലും നിരന്തരമായ സഹനം മാത്രമാണ്, പരാജയം മാത്രമാണ്. അവിടെ ജയിക്കുന്നത് അവർ ആത്മീയതയാണ്. ഫിസിക്കലി പരാജയപ്പെടുമ്പോൾ ആത്മീയത ജയിക്കുന്നു, ആത്മീയതയുടെ ശക്തിയിൽ എണ്ണം കൂടുന്നു, രഹസ്യ മൂവ്മെൻ്റായി മാറും. അന്ന് മീനായിരുന്നു ക്രിസ്ത്യാനികളുടെ ചിഹ്നം, വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചിഹ്നമാണ് മീൻ. ഇങ്ങനെ ഒരു ഘട്ടമല്ല ഇസ്ലാം വിജയത്തോട് തുടങ്ങിയൊരു മതമാണ്. ഈ വിജയം ഏതാണ്ട് 1-ാം ലോക മഹായുദ്ധം വരെ കണ്ടിന്യൂ ചെയ്യപ്പെട്ടു. ആദ്യം അത് അറബികളായിരുന്നു, മക്കയിലെ മദീനയിലെ അറബികളായിരുന്നു. പിന്നെ അത് കൂഫയിലേക്ക് മാറുന്നു, പിന്നെ അത് ബാഗ്ദാദിലേക്കും അതുപോലെ തന്നെ സ്പെയിനിലേക്കും മാറുന്നു. ഈജിപ്തിൽ ഇസ്ലാമിക് എംപയർ വരുന്നു. സെൽജൂക്ക് തുർക്കിയിൽ വലിയ സാമ്രാജ്യമാകുന്നു. പേർഷ്യ കീഴടക്കുന്നു, അവിടെ ഇസ്ലാമിക എംപയർ സ്ഥാപിക്കപ്പെടുന്നു. ഇന്ത്യയിൽ ടർക്കിഷ് ഇസ്ലാമിക് എംപയർ സ്ഥാപിക്കപ്പെടുന്നു. ചെങ്കിസ് ഖാൻ എന്നുള്ള ലോകം വിതർപ്പിച്ച ആളുടെ സന്തതി പരമ്പരകൾ ഇസ്ലാമിൽ ചേരുന്നു. അതിൽ ഏറ്റവും ടെറിഫിക് ആയിട്ടുള്ള ഭണ്ടു ഖാൻ, അദ്ദേഹമാണ് റഷ്യയൊക്കെ കീഴടക്കിയത്, അദ്ദേഹമൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാവുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 1000 വർഷക്കാലം ഇസ്ലാമിൻ്റെ വിജയത്തിൻ്റെ ഘോഷയാത്രയാണ്. ഇവർ തമ്മിൽ പരസ്പരം അടിയൊക്കെ ഉണ്ട്. ഇതാണ് ഈ മുസ്ലിങ്ങളുടെ ഈ ഒരു എസ്പെഷ്യലി അറബികളുടെ ഞങ്ങളാണ് ശരി എന്നുള്ള ഭാവത്തിന് കാരണം. പക്ഷെ കാലത്തിൽ ഈ ചെരുപ്പിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നവരറിഞ്ഞിട്ടില്ല. ഇവർ തോൽപ്പിച്ച ആളുകളെല്ലാം തന്നെ വളരെ സൈലൻ്റ് ആയതുകൊണ്ട് അവർ സ്വയം ഇമ്പ്രൂവ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ ഇവർ തോൽക്കുന്നത്. ഇപ്പോഴാണ് മുസ്ലിംസ് ഈ തിരിച്ചടി അംഗീകരിച്ചു തുടങ്ങിയത്. ഈ ഒരു ഘട്ടം എന്ന് വെച്ചാൽ ലോകത്ത് ഇസ്ലാം ഏതാണ്ട് വൈപ്പ് ഔട്ട് ചെയ്യപ്പെടൂ എന്നുള്ള തോന്നലുളവാക്കുന്ന കാലഘട്ടമാണ്. കാരണം ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ലോകത്ത് ഇന്നൊരു കോമൺ ശത്രു ഉണ്ട്, അത് മുസ്ലിമായി മാറി. അതെന്തുകൊണ്ട്? അതാണ് കാരണം. മുമ്പ് ജൂതൻ എങ്ങനെയായിരുന്നു കോമൺ ശത്രുവായി മാറിയത്? ജൂതൻ കോമൺ ശത്രുവായിരുന്നല്ലോ. ജൂതൻ യൂറോപ്പിൻ്റെ കോമൺ ശത്രുവായിരുന്നു. മുസ്ലിങ്ങളും ഈ പറഞ്ഞ ഹിന്ദുക്കളാണ് അവർക്ക് കുറച്ച് അഭയം കൊടുത്തത്. അവരുടെ കാര്യം ഭയങ്കര കഷ്ടമായിരുന്നു. അതിന് പ്രധാനപ്പെട്ടാണ് ഇവർ കച്ചവടക്കാരാണ്. ഇവരുടെ സ്വഭാവം വെച്ച് ഇവർ കുത്തിത്തിരിപ്പുണ്ടാകും. ഒരു രാജ്യത്ത് പോയി അവിടുത്തെ ഒരു രാജാവിനെ വേറെ രാജാവിനെ അദ്ദേഹത്തിരിക്കും, കുത്തിത്തിരിപ്പുണ്ടാകും. പിന്നെ ഇവരുടെ കൂടോത്രമൊക്കെ ഉണ്ട്, ആളുകളെ രഹസ്യമായി ബലി കൊടുക്കുന്ന പരിപാടി, കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകുക. ഇങ്ങനെയൊക്കെയാണ് ഒരു രാജാവിന്, റഷ്യയിലെ ഒരു രാജാവിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാട്ടുകാർ മൊത്തം ഇവന്മാരെ കൊണ്ട് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇസ്ലാമിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 1-ാം ലോക മഹായുദ്ധത്തിൽ തോൽക്കുന്നു, ഖലീഫ തോൽക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ ഒരു ശക്തമായ തിരിച്ചുവരവാണ്. വേണമെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളൊക്കെ അവർക്ക് തിരിച്ചെടുത്ത് കൊണ്ടുപോകായിരുന്നു. ശക്തമായ തിരിച്ചുവരവാണ്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലാണെങ്കിൽ തിരിച്ച് ഈ പറഞ്ഞ മുമ്പ് തോൽപ്പിച്ച രാജാക്കന്മാരുടെ സന്തതി പരമ്പരകൾ സ്വാതന്ത്ര്യ സമരത്തിലൂടെ അവർ തിരിച്ച് അധികാര കേന്ദ്രത്തിൽ ഹിന്ദുക്കൾ വരികയാണ്. ഇവരൊരു രാജ്യം മേടിച്ച് അവിടെ സ്വൈര്യക്കടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ജയം ശീലിച്ചു വന്ന ഒരാൾക്ക് തോൽവി നേരിടുമ്പോൾ ഈ തോൽവി ശീലമാകാൻ കുറച്ച് ടൈം എടുക്കും. ഞങ്ങൾ ഇപ്പോഴും ജയത്തിലേക്ക് പോകും, നാളെ ജയത്തിലേക്ക് പോകുന്നുള്ള ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ആളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ പോകുമ്പോൾ അത് ഗുരുജി ഗോൾവൽക്കർ വിചാരധാര പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ നല്ല കാലഘട്ടത്തിൽ അവർ ഭയങ്കര ശക്തിയാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവരെ വിചാരം അവരങ്ങനെ തന്നെയാണ്. സത്യമാണ്. ഏതാണ്ട് 1000 വർഷം കാലം വലിയ ശക്തിയായിരുന്നു, അത് ലാസ്റ്റ് വേർഡായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ അവരിപ്പോഴും ഒരു ഇനേർഷ്യയിലാണ്. മുസ്ലിംസ് ഇപ്പോഴും ഒരു ഇനേർഷ്യയിലാണ്. ലോകം ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കേണ്ടതാണ്, ഞങ്ങൾ തന്നെയാണ് അവസാനം ജയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ തോൽവി എന്നുള്ള തോറ്റു രണ്ടാമനായി എന്നുള്ള ഈ ഒരു ഫീൽ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല.
തോൽവി അംഗീകരിച്ചല്ല ജയത്തിലേക്ക് പടവ് വെക്കാൻ പറ്റുള്ളൂ. അതില്ല. സൈക്കോളജിക്കലി ഇപ്പം ജയിച്ചുകൊണ്ടിരിക്കുന്ന നാളെ ജയിക്കാൻ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് എല്ലാ സൊസൈറ്റിയിലും അധികാരത്തിൽ വന്ന ആളുകളുമായിട്ട് മുമ്പ് ഒരു ഭരണാധികാരികളായതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും, അത്തരം ഗവൺമെൻറ്റുകൾക്കെതിരെയും അത്തരം സമൂഹങ്ങൾക്കെതിരെയും ഒന്നെങ്കിൽ അവരെ വാക്കുകൊണ്ട് പ്രകോപിപ്പിക്കും, അല്ലെങ്കിൽ ആയുധം എടുത്ത് പ്രകോപിപ്പിക്കും. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇസ്ലാം മുസ്ലിങ്ങൾ വെറുക്കപ്പെട്ടവരായി മാറുന്നത്. രണ്ടാമത് എന്താണ്, 1000 വർഷത്തോളം മുസ്ലിംസിനോട് ഫൈറ്റ് ചെയ്ത ആളുകളാണ് ഇന്ന് അധികാരത്തിലുള്ളത്, ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളും. സ്വാഭാവികമായിട്ട് അവരെ അടിച്ചമർത്തിയിട്ടുള്ള മുസ്ലിം ഭരണാധികാരികൾ അവരെ സന്ദേഹം ഇവർക്കും വെറുപ്പുണ്ടാവും. പണ്ടാണെങ്കിൽ ഓൺസ്ലോട്ടാണ്, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൺസ്ലോട്ടാണ്. അങ്ങനെയാണ് ഈ റീകോൺക്വസ്റ്റ് നടത്തി കത്തോലിക്ക സഭ സ്പെയിനും പോർച്ചുഗലൊക്കെ പിടിച്ചെടുത്തത്. ബാക്കിയുള്ള മുസ്ലിങ്ങളെ കൊന്നു കളഞ്ഞു, അല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനിയും ആവും. പക്ഷേ ഇന്ന് ആധുനിക ലോകം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇന്നത്തെ ഈ ലിബറലിസം കണ്ടുപിടിച്ചത്. ലിബറലിസം അവരെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ വിശ്വാസമായിട്ട് നിന്നോട്ടെ, നമുക്ക് നമ്മളായിട്ട് വിശ്വാസമായി നിന്നാൽ മതി, ഇതിലൊന്നും വലിയ കാര്യമില്ലാന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ അവർ തുടച്ചു നിൽക്കാത്തത്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യങ്ങൾ വിചാരിച്ചൊന്നും തുടച്ചു നിൽക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ. അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമല്ല. അമേരിക്കയുടെ B-52 ഒരു സ്കാഡ് തലങ്കും ബലങ്കും പറന്നു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ കത്തിക്കാൻ പറ്റും. പിന്നെ ഈ അറേബ്യ കത്തിക്കാനും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കത്തിക്കാനും അവർക്ക് പറ്റാതിരിക്കുകയാണ് പണ്ടത്തെ യുദ്ധനീതി അനുസരിച്ച്. ഇപ്പം അതല്ല. മനുഷ്യാവകാശങ്ങൾ ഇവരൊക്കെ കത്തോലിക്ക സഭയാണെങ്കിൽ ഇവരൊക്കെ മനുഷ്യാവകാശങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ആരെയും നിഷ്കാസനം ചെയ്യാന്നുള്ളത് ആധുനിക ലോകത്തിൽ ചേർന്നതല്ല. അതുകൊണ്ടാണ് ഇസ്ലാം നിലനിന്ന് പോകുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ സാമ്രാജ്യത്തെ ഇസ്രായേൽ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ആധിപത്യ ആ മേഖലയിൽ മൊത്തം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമുണ്ട്. മുസ്ലിംസിൻ്റെ ഈ സ്വഭാവം അവർക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ അവരെന്തെങ്കിലും ചെറിയ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും, ഹമാസ് ഉണ്ടാക്കി കൊടുത്ത പോലെ, അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കും, മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചടിക്കും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ പൂർണ്ണമായും തകർത്തുകൾ. ഇന്നിപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് നോക്കുമ്പോൾ ലോകത്ത് ഇസ്ലാം തന്നെ തുടച്ചു നീക്കപ്പെടും എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകും. കാരണം മുസ്ലിം രാജ്യങ്ങൾ ഒന്നും ഇവരെ തമ്മിൽ ഐക്യമില്ല. രണ്ടാമത്തെ കാര്യം, വളരെ പ്രാകൃതമായ മെൻറ്റാലിറ്റി ആയിട്ടാണ് പല രാജ്യങ്ങളും നിലനിൽക്കുന്നത്. ഈ മധ്യകാലഘട്ടത്തിൽ ഈ ഒരു മെൻറ്റാലിറ്റി ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതിന് പുരോഗമന സ്വഭാവമുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ പറഞ്ഞിട്ട് എന്നെ അടുത്ത് കൊന്നു കളയും. അഫ്ഗാനിസ്ഥാൻ ഒരുപാട് കാലം പിന്നോട്ട് വിളിച്ചു. പാകിസ്ഥാൻ അനാർക്കിയായി മാറും. പിന്നെ ആകപ്പാടെ തിരിച്ചടിക്കാൻ ശേഷിയുള്ള രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എന്ന് വെച്ചാൽ അവർ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, അത് ലോകത്തിന് ഭീഷണി തന്നെയാണ്. പക്ഷെ അവർക്കാണെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ നയിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അവരൊരു കാര്യം ഇന്ത്യ ആയിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് മതി. ഇപ്പൊ ആകപ്പാടെ മുസ്ലിംസിന് എനിക്ക് ആകപ്പാടെ ഒരു ഗുണമായി തോന്നിയ RSSന്റെ മാറി വന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. RSS ഇപ്പോൾ പണ്ടത്തെ പോലെ ആന്റി മുസ്ലിം ഒന്നല്ല. RSS ഒരു കാലത്ത് ആന്റി മുസ്ലിമാണ് ഇൻ കോർന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവർക്ക് ഹിന്ദുക്കളെ പരസ്പരം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പറയും. ഇപ്പൊ ഹിന്ദുവിന്റെ ഐക്യം ഏതാണ്ട് ഒരു യാഥാർത്ഥ്യമായി മാറി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ RSS ഈ പറയുന്ന പോലെ മറ്റുള്ളവരെ വീങ്ങണം എന്നുള്ള ലക്ഷ്യം അവർക്കില്ല. അവരവിടെ നിന്നോട്ടെ, പക്ഷെ നമുക്കിട്ട് ചൊറിയരുത് എന്നേ അവർക്കുള്ളൂ. അപ്പം ഇത് ഇസ്രായേലിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു ചോദ്യം കൂടി അത് ഉയർത്തുന്നുണ്ട്. അതെങ്ങനെ ഈ അറബ് രാജ്യങ്ങൾ ഹാൻഡിൽ ചെയ്യും? ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യ, ഇന്ത്യ, ഈ രാജ്യങ്ങളൊക്കെ ഒരു ലാൻഡ് ഓഫ് ഡ്രീം ഓഫ് പ്രോമിസോ മാപ്പ് ഓഫ് പ്രോമിസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇറാൻ, ഈ ലിബിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ കേഴ്സ് ഓഫ് ദ വേൾഡ്, പ്രോമിസ് ഓഫ് ദ വേൾഡ് എന്ന് നമ്മളെയൊക്കെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഇസ്രായേൽ ആ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ സാധ്യത. പിടിച്ചെടുക്കാന്ന് വെച്ചാൽ അവിടെയുള്ള ലാൻഡ് പിടിച്ചെടുക്കും, ആളുകൾ അഭയാർത്ഥികളായിട്ട് ഓരങ്ങളിലേക്ക് തുരത്തും.